വാർത്തകൾ വിശദമായി. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിച്ച ഇറാൻ. ഒമാൻ തീരത്ത് കപ്പലിന് നേരെ ആക്രമണം, ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. സൽമാൻ തുറമുഖത്തിന് സമീപമുള്ള തന്ത്രപ്രധാനമായ സമുദ്ര കേന്ദ്രത്തിന് നേരെയും ആക്രമണമുണ്ടായി. സൗദി അറേബ്യയിലെ റാസ് തനൂരയിലെ ആരാംകോ എണ്ണ ശുദ്ധീകരണ കേന്ദ്രത്തിൽ ഇറാന്റെ ആക്രമണം. ഷാഹിദ് 136 ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് റാസ് തനൂര റിഫൈനറി താൽക്കാലികമായി അടച്ചു. ആക്രമണത്തെ തുടർന്ന് റിഫൈനറിയിൽ വൻ തീപിടുത്തമുണ്ടായി. ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇറാനിൽ മരിച്ചവരുടെ എണ്ണം 500 കടന്നു. 555 പേർ മരിച്ചുവെന്നാണ് കണക്ക് പുറത്തുവിട്ടത് റെഡ് ക്രോസന്റ് ആണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിനയാരാജ് ചേരുന്നുണ്ട്. വിനയ, ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഇപ്പോഴിതാ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇറാന്റെ ആക്രമണം അത് മറ്റൊരു തലത്തിലേക്ക് പോയി എന്ന് വേണം ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ആക്രമണത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. കപ്പലുകളിലെ എഞ്ചിനിലേക്ക് ആളില്ലാ ബോട്ടുകൾ ഇടിച്ചു കയറ്റുന്ന തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങൾ. ആ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അത്തരത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരന്റെ ജീവൻ പൊലിഞ്ഞു എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒമാൻ തീരത്താണ് സുൽത്താൻ ഖാബൂസ് തുറമുഖത്താണ് ഡ്രോൺ ബോട്ട് ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് ഒരു ഇന്ത്യക്കാരൻ മരിച്ചു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ആകെ 21 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. 16 ഇന്ത്യക്കാർ ആ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച്. 4 ബംഗ്ലാദേശികൾ, ഒരു യുക്രൈൻകാർ, ഇത്തരത്തിൽ 21 പേരാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമെന്ന് പറയുന്നത്. 16 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. കപ്പലിൽ തീ പടർന്നതിനെ തുടർന്ന് ജീവനക്കാരെ അടിയന്തരമായി ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. പരിക്കേറ്റവരെ പറ്റിയോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വിവരങ്ങളെ പറ്റിയൊന്നും തന്നെ നിലവിൽ ഒരു ഭാഗികമായി അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. നിലവിൽ ഒരാൾ മാത്രം മരിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച്. ഒമാൻ നാവിക സേനയുടെ സഹായത്തോടെയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ അടക്കം നടത്തുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ ഇന്ത്യക്കാരുടെ ജീവൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അത്തരത്തിൽ കടുത്ത ഒരു ആക്രമണം. ആ ആക്രമണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇറാൻ കടന്നിരിക്കുന്നത്. ആക്രമണത്തിന്റെ സ്വഭാവം അടക്കം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒമാനിൽ നിന്നുള്ള ഇന്ത്യൻ എംബസി, ആ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം സംവദിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്ന ഈ വിദേശകാര്യ മന്ത്രാലയം അടക്കം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ആക്രമണത്തിൽ പരിക്ക് പറ്റിയവർ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം അടക്കം തന്നെ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിൽ കുടുങ്ങിയവരെയും പരിക്ക് പറ്റിയ ഇന്ത്യക്കാരെയും അടക്കം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ, ആ നടപടിക്രമങ്ങളുമായി ഈ ഒമാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. എന്തായാലും ആക്രമണങ്ങൾ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഖത്തറിലേക്ക് അടക്കം ഈ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം. പല ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കം തന്നെ ഇറാൻ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഖത്തറിലെ ലഫാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ അടക്കം ആക്രമണം ഉണ്ടാകുന്നു. 2 ഡ്രോണുകൾ ആക്രമിച്ചതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഇറാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇറാൻ ഉന്നയിക്കുന്ന ഒരു അവകാശവാദം എന്ന് പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഒരു സ്ഥിരീകരണം പോലും വന്നിട്ടില്ല. ഇറാന്റെ ഭാഗത്ത് നിന്നുമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടോ എന്നതിലൊന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷെ തങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് ഇറാന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്. പക്ഷെ അതിലൊന്നും തന്നെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആക്രമണം നടന്നതായൊന്നും തന്നെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. അത്തരത്തിൽ കടുത്തൊരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും നടത്തുന്നത്. ഇസ്രായേലിലേക്കാണെങ്കിലും അമേരിക്കയിലേക്കാണെങ്കിലും കൂടാതെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കാണെങ്കിലും കടുത്ത രീതിയിലുള്ള ഒരു
ആക്രമണം അത് തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ അമേരിക്ക അല്പസമയം മുൻപാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നത്. ഈ പ്രസ്താവന അനുസരിച്ചാണെങ്കിൽ 5 ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ആക്രമണത്തിൽ 5 ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനിലെ ഗൊറമാബാദ് നഗരത്തിലാണ് ഈ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ആക്രമണത്തിലാണ് 5 സൈനികർ കൊല്ലപ്പെട്ടു എന്നിപ്പോൾ അമേരിക്ക സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊന്നും തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിട്ടില്ല. ഈ വാർത്തകളൊന്നും തന്നെ ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം തന്നെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഇറാനിലെ 2 രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അവരെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ സയ്യിദ് യഹ്യ ഹമീദി, ജലാൽ പൗർ ഹുസൈൻ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രാലയത്തിലെ ചാരവൃത്തി വിഭാഗത്തിന്റെ തലവനായിട്ടുള്ള ഹുസൈൻ അദ്ദേഹത്തെ അടക്കം തന്നെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആക്രമണം ഇത് 3-ാം ദിവസത്തിലേക്ക്, യുദ്ധം 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും കനത്ത നഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അത് തുടരെ ഇറാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതും ആളില്ല കപ്പൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആക്രമണങ്ങളുടെ ഗതി മാറുന്നു, അല്ലെങ്കിൽ അത് മാറുന്നൊരു സാഹചര്യമാണ്, രീതികൾ മാറുന്നൊരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിരവധി പേരുടെ ജീവനാണ് ഈ ആക്രമണത്തിൽ നഷ്ടമാകുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒമാന്റെ തീരത്തടക്കം തന്നെ ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം. അത്തരത്തിൽ ഈ ആക്രമണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ഈ ഒരു സമാധാന ചർച്ചകൾ അടക്കം നടക്കുമെന്നൊരു സൂചന നൽകിയെങ്കിലും പിന്നീട് അത് മാറ്റുന്ന സാഹചര്യം, ആക്രമണങ്ങൾ കടുപ്പിക്കുന്ന സാഹചര്യം അടക്കമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ അമേരിക്ക ആണെങ്കിലും ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാൻ ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ തന്നെ നേരിടേണ്ടി വരുമെന്നായിരുന്നു അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് തങ്ങൾക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. തങ്ങളുടെ പരമോന്നത നേതാവിനെ അടക്കം തന്നെ ഇസ്രായേലും അമേരിക്കയും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. തങ്ങൾക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. തങ്ങൾ ഇതിനുള്ള പ്രതികാരം വീട്ടും, അത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. യുദ്ധത്തിന്റെ ഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ശരി, വ്യക്തമാണ് വിനയ. യുദ്ധം ഇന്ന് 3-ാം ദിവസത്തേക്ക് കടക്കുമ്പം വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ ഒമാൻ തീരത്ത് കപ്പലിന് നേരെയും ആക്രമണമുണ്ടായിരിക്കുന്നു. ഒരു ഇന്ത്യക്കാരൻ മരിച്ചു എന്നൊരു വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ പ്രധാനമായും പുറത്തു വരുന്നത്. സൽമാൻ തുറമുഖത്തിന് സമീപമുള്ള തന്ത്രപ്രധാനമായ സമുദ്ര കേന്ദ്രത്തിന് നേരെയും ഇപ്പോൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ റാസ് തനൂരയിലെ ആരാംകോ എണ്ണ ശുദ്ധീകരണ കേന്ദ്രത്തിലും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മരണം 500 കടന്നു എന്നൊരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.